ദുഃഖകരമായ വാർത്തയാണ് ഇന്നിപ്പോൾ തൃശൂർ മുണ്ടത്തിക്കോട് നിന്ന് വരുന്നത്. തൊഴിലാളികൾക്ക് ഗുരുതര പരുക്കേറ്റിട്ടുണ്ട്. അതിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരം സൂചനകൾ പുറത്തു വരികയാണ്. അവിടെ നിന്ന് നമ്മളോട് പ്രതികരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ശരീരഭാഗങ്ങൾ ഒക്കെ പലയിടത്തു നിന്നും കണ്ടുകിട്ടുന്നുണ്ട് എന്ന രീതിയിലേക്കാണ്. ശ്രീജിത്ത് ശ്രീകുമാരനിലേക്ക് വീണ്ടും. ശ്രീജിത്ത്, ആ തരത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ഇതൊരു വലിയ അപകടമാണ്, വലിയൊരു ദുരന്തം തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. പക്ഷേ അത് ഔദ്യോഗികമായി തന്നെ അറിയേണ്ടതുണ്ട്. ശ്രീജിത്ത്, നമ്മൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഇപ്പോഴും വലിയ ഗുണ്ടും അമിട്ടും ഒക്കെ പൊട്ടുന്ന ശബ്ദം നമുക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ കേൾക്കാവുന്നതാണ്. എന്തായാലും വലിയ തോതിൽ ആംബുലൻസുകളും അതുപോലെ തന്നെ പോലീസിന്റെ വാഹനങ്ങളും ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും ഒക്കെ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. ആംബുലൻസ് അധികൃതരാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ നേരത്തെ വന്ന ആളുകളാണോ? ഒരു ചേച്ചി രണ്ട് ചേച്ചിമാര് ചേട്ടനും ഇപ്പൊ മെഡിക്കൽ കോളേജ് ഞാൻ കൊണ്ടുപോയി. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ചെറിയ പൊള്ളല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ആളുകളുടെ കൂടുതൽ കാഷ്വാലിറ്റി കൂടുതൽ പൊള്ളലേറ്റ് ഇല്ല, നമ്മളിത് അവിടെ നിന്ന് എടുക്കാൻ പോകണുള്ളൂ. മുൻപ് നിങ്ങൾ വന്നിട്ടില്ല? ഇല്ല, നമ്മുടെ സ്ഥലം പഠിഞ്ഞു വീടിന്റെ അടുത്താണ്. കൂടുതൽ കുറച്ച് ആളുകൾക്ക് കൈക്കും കാലിനും ഒക്കെ പൊള്ളലേറ്റിട്ടുള്ള ആളുകളെ കൊണ്ടുപോയ ആളുകളാണ്. എന്തായാലും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആളുകളടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു മേഖലയിൽ പൂർണ്ണമായി പുകപടലം എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. ആ മേഖലയിൽ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അധികൃതരുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തീർത്തും ഭയാനകമാണ്. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത് പോലും ഇപ്പോഴും അവിടെ സ്ഫോടനം നടക്കുന്നു, അല്ലെങ്കിൽ പടക്കം വലിയ ഗുണ്ടുകളൊക്കെ പൊട്ടുന്ന തരത്തിലുള്ള സ്ഫോടന ശബ്ദമാണ് ഈ മേഖലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിനെയും ഫയർഫോഴ്സിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമായ ദൗത്യമാണ്. AC മൊയ്തീൻ, കുന്നംകുളം MLA, അദ്ദേഹം ഇവിടേക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അല്ലേ? വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മുഴുവൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളടക്കം എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതാ അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തീ പടരുന്നതാണ് ഈ മേഖലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തോതിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ആ മേഖലയിൽ നിന്ന് ആളുകൾ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. AC മൊയ്തീൻ, നമ്മുടെ ഇവിടുത്തെ മുൻ മന്ത്രി കൂടിയായ MLA AC മൊയ്തീൻ കൂടി ചേരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ആയിട്ടില്ല. തിരുവാമ്പാടിയുടെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള പണി ഉൽപ്പന്നങ്ങളാണെന്ന് എനിക്കറിയാം. ഇവിടെ സ്ഫോടനം ഉണ്ടായി, ഇപ്പോഴത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്കുകളുണ്ട് ധാരാളം പേർക്ക്. മറ്റുള്ള ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളൂ. കൂടുതൽ ആളുകളുണ്ടോ? ഇനിയും കൂടുതൽ ആളുകൾ എടുക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, പോലീസും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രിക്കോഷൻസ് എടുക്കാണ്ട് എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകളും മറ്റൊക്കെ സ്വീകരിച്ച് അതിൽ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി അതിനകത്ത് ആളുകളുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഇത് ഇപ്പൊ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. എന്താണ് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന് എന്താണെന്നുള്ള അറിയില്ല. കൂടുതൽ ആളുകളുണ്ടോ എന്ന് അറിയണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതായത് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, MLA, നിലവിലെ ഇവിടുത്തെ MLA സേവ്യർ ചിറ്റിലപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം പോലീസ് ഇതിനകം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടേക്കടക്കം ആ അവശിഷ്ടം വന്ന് കിടക്കുന്ന, ഈ പൊട്ടിയ അവശിഷ്ടം വന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് വെടിമരുന്നിന്റെ വലിയൊരു ശേഖരം തന്നെയാണ്. ഇപ്പോഴും അവിടെ പൊട്ടുന്ന ദൃശ്യങ്ങളാണ്, മുകളിലേക്ക് കയറി പൊട്ടുന്ന ദൃശ്യങ്ങളാണ് ക്യാമറമാൻ ബിനീഷ് ബാബുരാജ് പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇതാ വീണ്ടും വീണ്ടും ഒരു മേഖലയിലൂടെ വെള്ളം ചീറ്റി ഒഴിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാത്രമാണ് ആ വെള്ളം ചീറ്റി. ആ ഷെഡ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ആളുകൾ അതിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. 40ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നമ്മൾ ചില മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് വന്നിരുന്നു നേരത്തെ. അവർ വന്ന് ദൃശ്യങ്ങൾ പകർത്തി മടങ്ങുകയായിരുന്നു. അല്പസമയം മുൻപ് അവർ വന്ന് ദൃശ്യങ്ങൾ പകർത്തി മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരമൊരു ദാരുണമായ സംഭവം. നമ്മളടക്കം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വം അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം. പക്ഷേ ആ സമയത്താണ് ഇത്തരമൊരു വലിയ സ്ഫോടനം നടന്നിരിക്കുന്നത്. നമുക്ക് അറിയാം, ഒരു വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, തൃശ്ശൂർ പൂരമാണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ വെടിക്കെട്ടിനടക്കം വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പടക്കങ്ങൾ നിർമ്മിക്കുന്നത്. അത് മുൻ മന്ത്രിയും അതുപോലെ തന്നെ നിലവിൽ കുന്നംകുളം MLA-യുമായ AC മൊയ്തീൻ അടക്കം അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമാണ്, ആ മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ. ശ്രീജിത്ത്, ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര പടക്കപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഒരെണ്ണമാണോ അതോ ഒന്നിലേറെ ഉണ്ടോ? കാരണം തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വിപുലമായ തോതിൽ വേണമല്ലോ.
തീർച്ചയായും ഒന്നിലേറെ പടക്ക ഷെഡുകൾ ഉണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര വലിയൊരു സ്ഫോടനം ഈ മേഖലയിൽ ഇപ്പോൾ ഷെഡുകളൊന്നും കാണുന്നില്ല അനുജ. കാരണം പൂർണ്ണമായ തോതിൽ അത് പൂർണ്ണമായി കത്തി നശിച്ച ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷെഡുകളൊന്നും തന്നെ നിലവിൽ കാണുന്നില്ല. അത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനിയും ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്ര പേർക്ക് ഇത്തരത്തിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നമ്മൾ ചില മാധ്യമപ്രവർത്തകർ രാവിലെ പോയി ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരുന്നു. അവർ ചില പ്രതികരണങ്ങളൊക്കെ എടുത്തിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഈ പടക്ക നിർമ്മാണ ശാലയിലെ അധികൃതരൊക്കെ ആ ഒരു ഘട്ടത്തിൽ സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴും അത് ഇങ്ങനെ പൊട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവയവങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നൊക്കെ നേരത്തെ നമ്മോട് സംസാരിക്കുമ്പോൾ പ്രദേശവാസിയും ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നേരത്തെ അനിലക്കരെ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോഴും സൂചിപ്പിച്ചത്. കൂടുതൽ ആശുപത്രികൾ സജ്ജമാക്കിയിരിക്കുന്നു എന്നുകൂടി ആരോഗ്യമന്ത്രി അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനറൽ ആശുപത്രി, തൃശൂർ മെഡിക്കൽ കോളേജ് കൂടാതെ സമീപത്തുള്ള എല്ലാ ആശുപത്രികളും സജ്ജമാകണം. ഈ ഗുരുതരമായി പരിക്കേറ്റ് വരുന്നവരെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും വേണം എന്നുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തീ പടർന്ന് കത്തുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ തീ അണയ്ക്കാതെ ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.